ജീവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവസ്തരവേ ഗുരവേ നമ. ഓം നമോ നമ സമ്പ്രദായ പരമഗുരവേ. സ്നേഹമുള്ളവരെ, നമ്മള് ശ്രീനാരായണ ദർശന പാഠശാലയിലെ 4ാമത്തെ പഠന സംഘമാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പോഴ് നമ്മള് വളരെ പിന്നെ ഗൗരവമായിട്ടുള്ള ഒരു പഠനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. മാത്രമല്ല, നമ്മള് ഇവിടെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനം മറ്റാരും ചെയ്യുന്നുമില്ല. പക്ഷേല് നമ്മള് നാളിതുവരെ കേട്ട് പരിചയിച്ച് ശീലിച്ചു വന്നിട്ടുള്ള പഠന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം ശ്രീനാരായണ ദർശന പഠന രംഗത്ത് നാളിതുവരെ ആരും പിന്തുടരാത്ത ചില വിഷയങ്ങൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. ഞാനിത് പറയുന്നതിന്റെ കാരണം, നമ്മുടെ കൂട്ടത്തിലുള്ള പലരും വിചാരിക്കും നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളാണോ ഇവിടെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ള പ്രഭാഷണങ്ങളിലും പരിശീലനങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. കാരണം അവര് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നു. അത് ഇച്ചിരി ഗൗരവമുള്ളതാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അങ്ങനെ പല തടസ്സങ്ങൾ നമ്മുടെ ഈ പാഠശാലയിലെ പഠിതാക്കൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ പശ്ചാത്തലം നിങ്ങളോടൊന്ന് പറയുന്നത്, ഈ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ആവർത്തിച്ച് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഈ മഹാഗുരു പ്രദാനം ചെയ്തിട്ടുള്ള ഒരു വലിയ ദർശനത്തിന്റെ ലോകമുണ്ട്, ഒരു ജീവിതചര്യ. മനുഷ്യൻ അനുവർത്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ജീവിതചര്യയാണ് മഹാഗുരു നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അല്പം ഗൗരവമായ ഒരു പഠനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മൗലികമായ ശ്രീനാരായണ ഗുരുദേവൻ എന്തിനെ പ്രതിനിധാനിച്ചു? മഹാഗുരു എന്തിനാണ് വീട് വിട്ടു പോയത്? എന്തിനാണ് ഭാര്യയും കുടുംബത്തെയും ഉപേക്ഷിച്ചത്? എന്താണ് സമ്പത്തും സമൃദ്ധിയും ഉപേക്ഷിച്ചത്? ഉപേക്ഷിച്ചിട്ട് തന്റെ ബാല്യകാലത്തിന് കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ 10 വർഷത്തോളം ഗുരുദേവൻ അജ്ഞാതവാസം നയിച്ചു. എന്തിനു വേണ്ടിയാണ് അജ്ഞാതവാസം നയിച്ചത്? ആ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ചെയ്തത്? അങ്ങനെ എന്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു തപസ്വിയായി, ഒരു ഗുരുവായി രൂപാന്തരപ്പെട്ടത്? ഈ വക കാര്യങ്ങൾ പഠിക്കാതെ കൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അബദ്ധങ്ങൾ പറ്റിപ്പോകും. അപ്പൊ ഗുരുവിനെ ഗുരുവാക്കിയ ഒരു ഭൂതകാലമുണ്ട്. ഗുരുവിന് ഒരു യൗവന കാലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭൂതകാലം ഉണ്ട്, നമുക്ക് ആർക്കും അറിയില്ല. അത് തപസ്സിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ്, ത്യാഗത്തിന്റെ കാലഘട്ടമാണ്. പലതും ഉപേക്ഷിച്ചു, പലതും വേണ്ടാന്ന് വെച്ചു, വിരക്തി ഉണ്ടായി. അങ്ങനെ ദേശം തോറും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സാധാരണ ജനങ്ങളോടൊപ്പം ജീവിച്ച്, പക്ഷി മൃഗാദികളോടൊപ്പം ജീവിച്ച്, സസ്യജാലങ്ങളോടൊപ്പം ജീവിച്ച്, ഏകാന്തതയിൽ പോയി കണ്ണുമടച്ചിരുന്ന് തപസ് ചെയ്ത് സത്യത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവായി മാറിയത്. ഈ ഒരു ചരിത്രം നമ്മൾ പഠിക്കാതെ പോവുകയാണ്. ബുദ്ധനെ കുറിച്ച് പഠിക്കുമ്പോഴും രമണ മഹർഷിയെ കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ ഇത് കേൾക്കാറുണ്ട്. പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും അതറിയില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ പാരമ്പര്യം ത്യാഗത്തിന്റെയും തപസ്സിന്റെയും പാരമ്പര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളോട് ഒട്ടേറെ മൂലപദങ്ങൾ, സൂത്രപദങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. ഈ സൂത്രപദങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂത്രപദങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളുടെ ലോകത്തോട് സഞ്ചരിച്ച ഒരു തപസ്വിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഒരു തപസ്വിയായിരുന്നു. ആ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങളിൽ പറയുന്നതായ ആശയങ്ങളെ നമുക്ക് എളുപ്പം പഠിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയും. ഇപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം, സന്യാസ ജീവിതം, താപസ ജീവിതം, അവധൂതി ജീവിതം എപ്രകാരമായിരുന്നു നമ്മൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മഹാഗുരുവിന്റെ ജീവിതത്തിന്റെ തേജസ് വർദ്ധിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കേവലം ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും
കുറെ അത്ഭുത കഥകൾ മാത്രം പറഞ്ഞു, അങ്ങനെയൊക്കെ ഒട്ടേറെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായ ഒട്ടേറെ അത്ഭുത കഥകൾ മഹാഗുരുവിന്റെ ജീവിതത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. പക്ഷെ അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ താത്വിക വശങ്ങള്, ഇതിന്റെ മൂലതത്വങ്ങള് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മഹാഗുരുവിന്റെ ജീവിതത്തെയും തത്വങ്ങളെയും ദർശനത്തെയും മനസ്സിലാക്കാൻ. അപ്പൊ അത് ഒരു കാരണവശാലും ഈ നമ്മുടെ ഈ പഠനത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ ഇത് പഠിക്കുക. അപ്പൊ സുകൃതി എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏ അപ്പം നാരദ ഭക്തി സൂത്രത്തെ കുറിച്ച് പിന്നെ ഗുരു കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാമിജി പറഞ്ഞിരുന്നു. ഏ സമാധിയെ കുറിച്ചൊക്കെ സ്വാമിജി പറഞ്ഞിരുന്നു. ഏ സാഖ്യദർശനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതും കേട്ടതും ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എന്താണ് പ്രകൃതി എന്താണെന്ന്, തന്മാത്രകളെ കുറിച്ച്, 5 തന്മാത്രകളെ കുറിച്ച്, ശബ്ദം, രസം, രൂപം, സ്പർശം, ഗന്ധം എന്നീ 5 തന്മാത്രകളെ കുറിച്ച് പിന്നെ സ്വാമിജി പറഞ്ഞിരുന്നു. പിന്നെ ദൃഗ്ദൃശ്യ വിവേകത്തെ കുറിച്ച് പറഞ്ഞു. പരാപശ്യന്തി മാധ്യമ വൈഖരി എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ സ്വാമിജി പറഞ്ഞിരുന്നു. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ വായിക്കുകയും അത് മനനം ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പം കഴിഞ്ഞ നമ്മുടെ വേദാന്ത സൂത്രപദ പരിചയത്തില് പിന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ഉം നമ്മള് നാഡികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ത്രിനാഡികൾ എന്ന് പറഞ്ഞിരുന്നു. 3 നാഡികൾ, നമ്മുടെ നട്ടലിന്റെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന 3 നാഡികൾ, ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന 3 നാഡികളെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി. എന്താണ് ഒരു തപസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്റെ താപസ വേളയിൽ അനുഭവിക്കുന്ന സത്യസാക്ഷാത്കാരം, അല്ലെ ബോധോദയം, അല്ലെ പിന്നെ നിർവ്വാണം എന്നൊക്കെ പറയുന്ന അനുഭവിക്കാൻ ആ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർവ്വാണത്തെ, സത്യത്തെ അനുഭവിക്കുന്നത്. ഇത് അനുഭവിക്കുന്നത് തന്റെ നട്ടലിന്റെ ഇരുഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഇടയും പിങ്കലയും നാഡികൾ ഉണർത്തുകയും മധ്യഭാഗത്തൂടെ പോകുന്ന സുഷുമ്ന എന്ന് പറയുന്ന നാഡിയെ ഉണർത്തുകയും അതിലൂടെ ഒരു ശക്തിയെ പ്രവഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഗുരു പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തന്റെ അന്തരാകാശത്തിലേക്ക് പ്രവേശിച്ച് മൗനത്തിന്റെയും സമാധിയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ മൂലാധാരത്തിൽ നാഡികളെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 6 നാഡികളെ കുറിച്ച് പറഞ്ഞു. ഈ 6 ഷഡാധാരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ഷഡാധാരങ്ങളിലൂടെ തന്റെ നട്ടലിന്റെ അഗ്രഭാഗത്ത്, കീഴ്ഭാഗത്തായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണരും. കുണ്ടത്തിൽ ലീനമായി കിടക്കുന്ന ശക്തിയാണ് കുണ്ടലിനി എന്ന് പറയുക. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടുപോയതാണ്. ഈ നാഡികളിന്റെ അവസാന ഭാഗത്തായിട്ട്, അഗ്രത്തായിട്ട് ഇത് പാമ്പുകളെ പോലെ ചുറ്റിക്കിടക്കുകയാണ്. ഏതില്? ഈ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയിലേക്ക് ഇത് ചുറ്റി വരിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുകയാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഈ കുണ്ടലിനി ശക്തിയുണ്ട്. ഈ കുണ്ടലിനി ശക്തി ഉണരാത്തതിന്റെ കാരണം നമ്മൾ ധ്യാനത്തിലേക്ക് പോകാത്തത് കൊണ്ടും നമ്മുടെ ഇടയും പിങ്കളയും സുഷുമ്നയും എന്ന് പറയുന്ന ഈ ത്രിനാഡികൾ ഇതിനെ ചുറ്റി വരഞ്ഞ് ഇതിനെ ഗുപ്താവസ്ഥയിൽ ഇതിനെ മൂടിയിട്ടേക്കുന്നത് കൊണ്ടാണ് ഈ കുണ്ടലിനി ഉണരാത്തത്. ഈ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിലൂടെ ഒരു ഊർജപ്രവാഹം സംഭവിക്കും. ഈ ഊർജപ്രവാഹത്തിന് എത്രമാത്രം ശക്തി കൂടണമോ അത് കുണ്ടലിനി ഉണരുന്നതിന്റെ ശക്തിയെ ആശ്രയിച്ചിരിക്കും. ഈ കുണ്ടലിനി ശക്തി നമ്മുടെ ഈ നാഡികളിലൂടെ പോയി എവിടെയാണ് ചെന്ന് ഉണർത്തുക? ഈ ഷഡാധാരങ്ങളെ ഉണർത്തും. പിന്നെ സഹസ്രാരം മുതൽ താഴോട്ട് എന്താണ്? മണിപൂരകം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, പിന്നെ എന്നൊക്കെ പറയുന്ന ഈ 6 നാഡികളിലൂടെ പ്രവഹിച്ച് അത് സഹസ്രാരത്തിൽ എത്തുമ്പോഴാണ് നാരായണ ഗുരുവായി മാറിയത്. ശ്രീനാരായണ ഗുരു എന്ന് ഇതിന് മുമ്പ് പേരായിട്ടുള്ള നാണു എന്ന് പറയുന്ന നാരായണ ഗുരുവായത് തന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്നതായ കുണ്ടലിനി, കുണ്ഠം, അതൊരു കുണ്ഠമാണ്, ഒരു ആവാസ കേന്ദ്രമാണ് നമ്മുടെ കുണ്ഠം എന്ന് പറയുന്നത്. എവിടെയാണ് കുണ്ഠം എന്ന് പറയുന്നത്? നമ്മുടെ മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പിന്നെ നട്ടലിന്റെ അഗ്രഭാഗത്താണ് ഈ കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്നത്. ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ജപവും തപസ്സും ധ്യാനവും ഒക്കെ ഒരു യോഗി അനുഷ്ഠിക്കുന്നത്.
അങ്ങനെ ദീർഘമായ തപശ്ചര്യകളിലൂടെ, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ പറ്റില്ല. അതിദീർഘമായ സാധനകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസങ്ങളിലൂടെ, ഉപാസനകളിലൂടെ തന്റെ അന്തരംഗത്തിലേക്ക് പ്രവേശിച്ച് തന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനിയെ ശക്തിയെ ഉണർത്തി അത് മേലോട്ട് പ്രവഹിച്ച് ഈ ഷഡാധാരങ്ങളെയും ഭേദിച്ച് നമ്മുടെ ഉച്ചിയുടെ മധ്യത്തിലുള്ള ആ, പിന്നെ മൂർധാവിലുള്ള സഹസ്രാരത്തിലെത്തി ഇത് 1000 ഇതളുള്ള ഒരു താമര പോലെ ഈ ഊർജത്തിന്റെ താണ്ഡവ ശക്തി ഒരു സാധകന്, ഒരു ഗുരുവിന്, ഒരു തപസ്വിക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണ് എൻലൈറ്റൻഡ് ആയി എന്ന് നമ്മൾ പറയുക. എൻലൈറ്റൻഡ് ആയി, ബോധോദയം നേടി, സാക്ഷാത്കാരം നേടി, നിർവ്വാണത്തിലെത്തി എന്ന് നമ്മൾ പറയുക. നമ്മൾ മനസ്സിലാക്കുക, ഒരു ഗുരു ആകുന്നതിന് വേണ്ടി, ഒരു സാധകൻ, ഒരു ഭക്തൻ ഗുരുവാകുന്നതിന് വേണ്ടി, ഒരു യോഗിയാകുന്നതിന് വേണ്ടി, ഒരു സുഖനാകുന്നതിന് വേണ്ടി, ഒരു ബുദ്ധനാകുന്നതിന് വേണ്ടി തന്റെ അജ്ഞാതമായ ദീർഘവർഷങ്ങളിലെ സാധനകളും തപസ്സും ത്യാഗവും അതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട്, അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് കുമാരനാശാൻ എന്താണ് പാടിയത്? ആയുസ്സും വപസ്സും തപസ്സും വ്യയം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു ആയുസ്സും വപസ്സും തപസ്സും, അങ്ങനെയാണ് നാരായണ ഗുരു ആയത്. നമ്മളിപ്പോഴും ഓരോരുത്തരും ഇങ്ങോട്ട് കടന്നു വന്നിട്ട് നാരായണ ഗുരുവിനെ കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴേ വളരെ നിസ്സാരമായിട്ട് അങ്ങ് പറയുകയാണ്. എങ്ങനെയാണ് ഒരു ഗുരുവായി, ഒരു സാധകൻ ഒരു ഗുരുവായി രൂപാന്തരപ്പെടുന്നത്? ദീർഘകാലത്തെ ഘോരമായ തപസ്സിന്റെയും ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമായിട്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ഒരു ത്യാഗിയായി, ഒരു താപസനായി, ഒരു സന്യാസിയായി, ഒരു ഗുരുവായി, ഒരു ബ്രഹ്മജ്ഞാനിയായി രൂപാന്തരപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മഹാഗുരുവിന്റെ 21 വയസ്സ് മുതൽ 31, 32 വയസ്സ് വരെയുള്ള ത്യാഗനിർഭരമായ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഒരു രാജകുമാരനെ പോലെ ജീവിക്കാൻ കഴിവുണ്ടായിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ് എന്താ ചെയ്തത്? ഇതെല്ലാം തന്റെ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈ തെരുവോരങ്ങളിലൂടെയും പാതയോരങ്ങളിലൂടെയും വനസ്ഥലങ്ങളിലൂടെയും നദീതീരങ്ങളിലൂടെയും സമുദ്രതീരങ്ങളിലൂടെയും അലഞ്ഞു നടന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എത്രയോ ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടി, പക്ഷിമൃഗാദികളുടെ ആഹാരങ്ങൾ പോലും പങ്കിട്ടെടുത്തുകൊണ്ട്, പച്ചവെള്ളം കുടിച്ചുകൊണ്ട്, നിരാഹാരം നടത്തിക്കൊണ്ട് തപസ് ചെയ്തു പോയ ഒരു ത്യാഗിയായ മഹാഗുരുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മ വേണം. ആ ഗുരുവിന്റെ ത്യാഗത്തെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആ ത്യാഗത്തെയാണ് നിങ്ങൾ മാനിക്കേണ്ടത്. അതിനെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്. ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ത്യാഗത്തിന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഈ ത്യാഗത്തിന്റെ ഓർമ്മകൾ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഗുരു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശമായി വന്നുദിക്കാൻ ആരംഭിക്കുകയുള്ളൂ. നിസാരമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുദിക്കുന്നത് പോലെ ഒരിക്കലും മഹാഗുരു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വിളങ്ങും എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ത്യാഗത്തെ കുറിച്ച്, മഹാഗുരുവിന്റെ ത്യാഗ നിർഭരമായ ആ 10-11 വർഷക്കാലം, 21 വയസ്സ് മുതൽ 30-32 വയസ്സ് വരെയുള്ള മഹാഗുരുവിന്റെ ത്യാഗനിർഭരമായ ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടായിരിക്കണം. അപ്പൊ ആ സങ്കല്പത്തില് ഗുരുവിനെ സഹായിച്ചത് ഈ ബ്രഹ്മവിദ്യയുടെ ആദിപാഠങ്ങളാണ്. അതാണ് തന്റെ നാടികളിലൂടെ, അതാണ് അയ്യാസ്വാമിയിൽ നിന്ന് ഗുരുദേവൻ പഠിച്ചതാണ്. തൈക്കാട്ട് അയ്യാസ്വാമിയിൽ നിന്ന് രാജയോഗം പഠിക്കുമ്പോഴ് ഗുരുദേവൻ പറഞ്ഞു കൊടുത്തത്, അയ്യാസ്വാമി പറഞ്ഞു കൊടുത്തത്, നാരായണ, നിനക്ക് സത്യത്തെക്കുറിച്ച് അറിയാനുള്ള അടങ്ങാത്ത അഭിവാഞ്ചയുണ്ട്, അടങ്ങാത്ത തീവ്രദാഹമുണ്ട്. നിന്റെ ജന്മം തന്നെ സത്യസാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടി നീ സർവേശ്വരൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഈ നാടാകെ നടന്ന് ഇവിടുത്തെ അമ്പലങ്ങളിലോ കാവുകളിലോ പോയി ആരാധന ചെയ്തിട്ട് കാര്യമല്ല. സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നീ മൗനമൂകമായ സ്ഥലങ്ങളിലേക്ക് പോകണം, ഏകാന്ത സ്ഥലങ്ങളിലേക്ക് പോകണം. ആ ഏകാന്ത സ്ഥലങ്ങൾ നിനക്ക് മരുത്വാമലയിൽ കിട്ടും. അഗസ്ത്യകൂടത്തിലേക്ക് പോകണം, സഹ്യസാനുക്കളിലേക്ക് പോകണം. പോയി കഴിഞ്ഞാൽ നിനക്ക് ഏകാന്ത തപസ് ചെയ്തിട്ട് നീ സത്യത്തെ സാക്ഷാത്കരിച്ചു കൊണ്ടുവന്ന് നീ ജനപദങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനകോടികൾക്ക് എന്ത് കൊടുക്കും? ആശ്വാസവും സ്നേഹവും സുഖവും സന്തോഷവും കൊടുക്കാനുള്ള ഒരു അപൂർവ ജന്മമാണ് കുട്ടി നീ. അതുകൊണ്ട് നീ പൊയ്ക്കൊള്ളുക. നീ ഏകാന്തതയുടെ സ്ഥലങ്ങളില്, ആ ഗുഹാതടങ്ങളില് അവിടെ ചെന്നിട്ട് നീ തപസ് ചെയ്യണം. ആ തപസ്സിലൂടെ നിനക്ക് സത്യത്തെ തെളിഞ്ഞു കിട്ടും. ഈ മാനവരാശി അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ ദുരിതത്തിന്റെയും പരിഹാരം എന്താണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയും. അത് നീ തിരികെ വന്ന് ഈ ജനപദങ്ങളെ അറിയിക്കണം, ഉണർത്തണം. അവർക്ക് ജീവിതത്തിലെ ഉത്കർഷം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് നിന്റെ നിയോഗം. അത്ഭുതകരമായ ഒരു ജന്മത്തിന് അവതാരത്തിന്റെ ഉടമയാണ് നാരായണ. നാണു നീ പോകൂ പോകൂ എന്ന് പറഞ്ഞു വിട്ടത്.
യാസ്വാമിയാണ്. അങ്ങനെ പോയപ്പോഴാണ് തന്റെ ഈ നാഡികളിലൂടെ പ്രവഹിക്കുന്ന ഊർജത്തെക്കുറിച്ച് ഗുരു പറഞ്ഞത്. ഇത് ശിവതാണ്ഡവം എന്ന് പറയുന്ന ആ തത്വങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പോകും നമ്മുടെ ഈ നാഡികളിലൂടെ ഉണ്ടാകുന്ന ഊർജ പ്രവാഹത്തിന്. അങ്ങനെ കുണ്ഠത്തിൽ ലീനമായി കിടക്കുന്ന ശക്തിയെ ഉണർത്തുക, കുണ്ടലിനി. കുണ്ടലിനി പാട്ട് എന്ന് പറയുന്ന ഒരു കൃതി മഹാഗുരു എഴുതിയിട്ടുണ്ട്. അതെന്താണ്? തന്റെ ഈ മൂന്ന് നാഡികളിലൂടെ, നട്ടലിന്റെ മൂന്ന് ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന നാഡികളിലൂടെ തന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി കഴിഞ്ഞപ്പോൾ അത് ഉന്മാദിനിയായ ഒരു പാമ്പ് എപ്രകാരമാണോ പത്തി വിളർത്തി മേപ്പോട്ട് ഉയർന്നു നിന്ന് ആനന്ദ നടനമാടുന്നത്, അതുപോലെ നടനമാടാനുള്ള ആ ഊർജപ്രവാഹത്തെ, ദൈവികമായ ആ ഊർജപ്രവാഹത്തെ അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഈ ദീർഘമായ തപസ്സിലൂടെയാണ്, ഈ ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടിസ്ഥാനപരമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണിത്. മഹാഗുരു ഒരു സുപ്രഭാതത്തിൽ മഹാഗുരു ആയതല്ല. അതിന്റെ പിന്നിൽ ത്യാഗനിർഭരമായ സത്യാന്വേഷണത്തിൻ്റെതായ ഒരു ദീർഘമായ കഠിന പാതകളുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അപ്പൊ അങ്ങനെ കുണ്ഡലിനി ശക്തി എന്താണ് നിങ്ങൾ മനസ്സിലായി. കുണ്ഡത്തിൽ ലീനമായി കിടക്കുന്ന ശക്തിയാണ് കുണ്ഡലിനി ശക്തി. എന്താണ്? കുണ്ഡത്തിൽ ലീനമായി കിടക്കുന്ന ശക്തിയാണ് കുണ്ഡലിനി ശക്തി. എഴുതി വെച്ചോണം നിങ്ങൾ. നിങ്ങൾ അത് എഴുതി വെച്ചോണം. കുണ്ഡലിനി ശക്തി. കുണ്ഡലിനി പാട്ട് എന്ന് പറയുന്നത് ഈ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ 1000 കോടി അനന്തൻ നീ ആനനവും കണ്ടുകൊണ്ട് ആട് പാമ്പേ എന്ന കുണ്ഡലിനി പിന്നെ പാട്ടിനകത്ത് ഗുരുദേവൻ പറയുന്നുണ്ടെങ്കിൽ അത് ഈ മൂലാധാരത്തിൽ നിന്നും തന്റെ ഇടയും പിങ്ങളെയും സുഷുമ്നയിലൂടെ ഉണർന്നു പാടിയ ആ ഉണർത്ത പാട്ടിന്റെ ഒരു നേർസാക്ഷ്യമാണ് കുണ്ഡലിനി പാട്ടിലൂടെയും നമുക്ക് പറയുന്നത്. അപ്പൊ അതാണ് കുണ്ഡലിനി പാട്ട്. കുണ്ഡത്തിൽ ലീനമായി കിടക്കുന്ന ശക്തി. ഇനി അതുപോലെ നമ്മള് ഈ വേദാന്തത്തിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകളാണ് സ്ഥൂലവും സൂക്ഷ്മവും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സ്ഥൂലവും സൂക്ഷ്മവും അത് കുറിച്ചു വെക്കണം. ഈ സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രൂപമുള്ളത്, വലിപ്പമുള്ളത്, ആകൃതിയുള്ളത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സ്ഥൂലം ശരീരമുള്ളത്, ബോഡിയുള്ളത്, അതാണ് സ്ഥൂലം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. സ്ഥൂലം വലിപ്പമുള്ളത്, രൂപമുള്ളത്, ആകൃതിയുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിലും അത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നതെല്ലാം സ്ഥൂലമാണ്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പം ശബ്ദവും സ്ഥൂലമാണ്, രൂപവും സ്ഥൂലമാണ്, രുചിയും സ്ഥൂലമാണ്, കാഴ്ചകൾ സ്ഥൂലമാണ്. ഇതെല്ലാം സ്ഥൂലമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം സ്ഥൂലവും ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതെല്ലാം സൂക്ഷ്മവുമാണ്. അതാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ, സ്ഥൂലവും സൂക്ഷ്മവും. നമ്മുടെ ഗുരുദേവന്റെ കൃതികൾക്കകത്ത് നിരന്തരം ഈ സ്ഥൂല സൂക്ഷ്മ പിന്നെ പിന്നെ വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ അപ്രകാരം എഴുതി വെക്കുക. പിന്നീട് നമ്മള് ബ്രഹ്മത്തെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ബ്രഹ്മം എന്താണ്? ബ്രഹ്മം ബ്രഹ്മമുഖാമര വന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ശിവ ഇതിനകത്ത് ശിവപ്രസാദ പഞ്ചകത്തിനകത്ത് പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അത് കൃതി അതാണോ പേരതാണോ എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഈ ബ്രഹ്മത്തിന് തന്നെ 2 പ്രകൃതിയുണ്ട്. ബ്രഹ്മത്തിന് 2 പ്രകൃതിയുണ്ട്. ഒന്നിനെ പരാപ്രകൃതി എന്നും രണ്ടാമത്തേതിനെ അപരാപ്രകൃതി എന്നും പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പിടിക്കുന്ന ഗുരുദേവനെ കുറിച്ച് കുറെ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആധ്യാത്മിക ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളെ പരിവർത്തനപ്പെടുത്തുക. അവർക്ക് നിങ്ങൾ ഓരോരുത്തരെയും പുതിയ വ്യക്തികളായി രൂപാന്തരപ്പെടുത്തി എടുക്കാനുള്ള പ്രക്രിയയാണ് ബ്രഹ്മവിദ്യ. നിങ്ങൾ നിലവിലിരിക്കുന്ന ഭൗതികവാദി, ഒരു ഭോഗി അല്ലെങ്കിൽ ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന നിങ്ങളിൽ ഒരു ആധ്യാത്മിക ചിന്തയുടെ വിത്ത് പകർന്നു കൊടുക്കുക, ആ ഒരു രൂപത്തിലേക്ക് നിങ്ങളെ പരിണമിപ്പിക്കുക എന്നുള്ളതാണ് ഗുരുദേവ കൃതികളുടെ എല്ലാം ലക്ഷ്യം. അപ്പം ഈ നമ്മൾ പഠിക്കുമ്പോൾ ബ്രഹ്മത്തിന് 2 പ്രകൃതി ഉണ്ടെന്നും, ഒന്ന് പരാപ്രകൃതി എന്നും അപരാപ്രകൃതിയും. പരയുടെ പാല് നുകർന്ന ഭാനുമാന്മാർക്ക് ഒരു 1000 ആണ്ടൊരു അല്പനേരം. ആത്മോപദേശത്തിനകത്ത് പരാപ്രകൃതിയെ കുറിച്ച് പറയുന്നുണ്ട്, അപരാപ്രകൃതിയെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ഇനിയും
ആത്മോപദേശം പഠിച്ചു തുടങ്ങുമ്പോൾ ഈ പരയും അപരയും നമുക്ക് ഇവിടെ പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി ഇത് പറയുന്നത്. അപ്പം ബ്രഹ്മത്തിന്റെ രണ്ട് പ്രകൃതിയാണ്, ഒന്ന് പരാപ്രകൃതിയും രണ്ട് അപരാപ്രകൃതിയും. ഇനി പര എന്ന് പറഞ്ഞാൽ എന്താണ്, പരാപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൂടെ നിങ്ങൾ എഴുതിക്കണം. അത് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന സർവ്വ ജീവജാലങ്ങളിൽ, നമ്മുടെ മുമ്പിൽ നാം ഇന്ന് കാണപ്പെടുന്ന സർവ്വ ജീവജാലങ്ങൾക്കും അതിലൊക്കെ നമ്മൾ കാണുന്നതിന് അതീതമായി അതിന് ആന്തരികമായ ഒരു നിലനിൽപ്പിന്റെ ഒരു ഘടകം, ഒരു ശക്തി, ഒരു ഊർജം, ഒരു പ്രഭാവം, ഒരു ആന്തരികമായ ഘടന നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ ശരീരം നിങ്ങൾ കാണുന്നു. ഈ ശരീരം നിങ്ങൾ കാണുമ്പോൾ ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും എന്നിൽ നിന്ന് പോകാം. പക്ഷേ എന്റെ ഉള്ളിൽ നിൽക്കുന്നതായ ഒരു പ്രകൃതിയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അത് സൂക്ഷ്മമാണ്. നമ്മൾ പറഞ്ഞ സ്ഥൂലമല്ല, ശരീരം സ്ഥൂലമാണ്. എന്റെ ഉള്ളിൽ നിൽക്കുന്നതായ ആ പ്രകൃതി അപരാപ്രകൃതി എന്ന് പറയുന്നത്, പരാപ്രകൃതി എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പര എന്ന് പറയുക. ഇതൊന്ന് എഴുതുന്നുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. നമുക്കുണ്ടാകുന്ന എല്ലാ പ്രപഞ്ചാനുഭവങ്ങൾക്കും നമുക്കുണ്ടാകുന്ന എല്ലാ പ്രപഞ്ചാനുഭവങ്ങൾക്കും അതീതമായി നിൽക്കുന്ന പരമാർത്ഥത്തെ തൊട്ടു കാണിക്കുന്നതാണ് പരാപ്രകൃതി. ഒന്നുകൂടെ പറയാം, എഴുതുന്നവർക്ക് എഴുതണം. നമുക്കുണ്ടാകുന്ന എല്ലാ പ്രപഞ്ചാനുഭവങ്ങൾക്കും അതീതമായി നിൽക്കുന്ന പരമാർത്ഥത്തെ തൊട്ടു കാണിക്കുന്നതാണ് പരാപ്രകൃതി. നോക്കുക, ഇത് നിങ്ങൾ എഴുതി കാണുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മളെല്ലാം ആ പരാപ്രകൃതിയുടെ ആവരണം ചെയ്തു നിൽക്കുന്ന, നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതായ പരാപ്രകൃതിയെ ആവരണം ചെയ്തു നിൽക്കുന്നതാണ് നമ്മുടെ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തത് എന്താണ്, അപര. എന്താണ് അപര? അപര എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മം മറ്റൊന്നുമില്ല. ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. ആ സ്ഥിതിക്ക് ജഗത് രൂപത്തിൽ കാണുന്നതും വ്യവഹാരത്തിൽ ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരുന്നതുമായ പ്രകൃതിയെയാണ് അപരാപ്രകൃതി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ അതിനെ വിശദീകരിക്കാം. എന്റെ ഉള്ളിലിരിക്കുന്നതായ ജീവചൈതന്യത്തെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാരണം വെച്ചാല് ഞാൻ ജീവനോടെ ഇവിടെ കൂടി ഇവിടെ ഇരിക്കുമ്പോൾ എന്നിൽ പരാപ്രകൃതി അധിവസിക്കുന്നു, നിലകൊള്ളുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ പരാപ്രകൃതി, ഈ ജീവാത്മാവ് പോലും മറ്റൊന്നിന്റെ ഭാഗമാണ്, പരമാത്മാവിന്റെ ഭാഗമാണ് എന്ന് അറിയുന്ന ആ പ്രകൃതിയാണ് അതിനെ അപര എന്ന് പറയുന്നത്. പര എന്ന് പറയുമ്പോൾ നമ്മളിൽ കാണുന്നു, അപര എന്ന് പറയുമ്പോഴേ നാം ഉൾപ്പെടെയുള്ള സർവ്വ പ്രപഞ്ചത്തിലും കാണുന്ന പ്രകൃതിയാണ് അപര എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും നമ്മൾ ആത്മാവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നുണ്ട്. ഇനി ആത്മാവ് എന്ന് പറയുമ്പം അതിന് ആത്മാവിന് പോലും 3 ശരീരമുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആത്മബോധ ശതകം മുതല് ദർശനമാതല മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും. ആത്മാവിന് 3 ശരീരങ്ങളുണ്ട്. അതില് ഒന്ന് കാരണ ശരീരം, 2 സൂക്ഷ്മ ശരീരം, 3 സ്ഥൂല ശരീരം. എന്താണ് ആത്മാവിന്റെ 3 ശരീരങ്ങൾ? ഒന്ന് കാരണ ശരീരം, 2 സൂക്ഷ്മ ശരീരം, 3 സ്ഥൂല ശരീരം. ഇതൊന്ന് എഴുതിയെങ്കില് കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മള് നല്ലതുപോലെ ഉറങ്ങിക്കഴിയുമ്പോഴേ
നമ്മുടെ ആത്മാവ് ഒരു മറയിലാണ്, ഒരു ഇരുണ്ട് നിരിക്കുന്നത് പോലെ, ഒരു ഇരുളിൽ അകപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. ഇതാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിന്റെ ഉണർവിനും ഉറക്കത്തിനും കാരണമായിരിക്കുന്ന കാരണ ശരീരമാണ്. അതുകൊണ്ട് നമുക്ക് അതിനൊരു ഡെഫിനിഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ, ഗാഠനിദ്രയിൽ ആത്മാവിന് അനുഭവപ്പെടുന്ന ഇരുണ്ട മറയാണ് കാരണ ശരീരം. എഴുതിക്കൊള്ളുക. ഗാഠനിദ്രയിൽ ആത്മാവിന് അനുഭവപ്പെടുന്ന ഇരുണ്ട മറയാണ് കാരണ ശരീരം. ഇനി സൂക്ഷ്മ ശരീരം. ഇനി സൂക്ഷ്മ ശരീരമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് കാരണ ശരീരമാണ്. സൂക്ഷ്മ ശരീരം എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനും ബുദ്ധിയും മനസ്സും ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങളും? ഏതാണ് ജ്ഞാനേന്ദ്രിയം? നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇത് ജ്ഞാനേന്ദ്രിയം. കർമ്മേന്ദ്രിയം കയ്യ്, കാല്, മൂക്ക്, അങ്ങനെയുള്ളതെല്ലാം കൂടി ചേർന്നത് കർമ്മേന്ദ്രിയങ്ങള്. ഇനി പഞ്ചപ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചപ്രാണൻ, പ്രാണൻ. പഞ്ചപ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. ഇത് അഞ്ചുമാണ് പഞ്ചപ്രാണന്മാരെന്ന് പറയുന്നത്. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, അഞ്ചെണ്ണം എഴുതി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചപ്രാണനുണ്ട്. പഞ്ചപ്രാണൻ. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പഞ്ചപ്രാണൻ 15, പിന്നെ ബുദ്ധി, പിന്നെ മനസ്സ്. ഈ 15 എണ്ണം കൂടെ ചേർന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനകത്ത് 15 തത്വങ്ങൾ ചേർന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. ഏതാണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പഞ്ചപ്രാണന്മാര്, ബുദ്ധിയെ, മനസ്സ്. ഇതുകൂടെ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. നാം എന്ന് പറയുന്നത് ഒരു പൂമ്പാറ്റയുടേതാണെങ്കിലും, ഒരു പുഴുവിൻ്റെതാണെങ്കിലും, ഒരു മൃഗത്തിൻ്റെതാണെങ്കിലും, ഏതിൻ്റെതാണെങ്കിലും സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഇത്രയും ചേർന്നതാണ്. കാരണ ശരീരം. ഇനിയുണ്ട് എന്താണ്? സ്ഥൂല ശരീരം. എന്താണ് സ്ഥൂല ശരീരം? സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ഈ മാംസവും അസ്ഥിയും പഞ്ചമലങ്ങളും ഒക്കെ കൂടെ സപ്തമലങ്ങളും ഒക്കെ കൂടെ ചേർന്നിരിക്കുന്നതായ നമ്മുടെ ഈ ശരീരം, അതാണ് സ്ഥൂല ശരീരം. അപ്പം ആത്മാവിന്റെ 3 ശരീരങ്ങളെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു, ഇല്ലേ? അപ്പോഴ് ഈ ശരീരം എന്ന് പറയുന്നത് ഈ 3 ത്രിമൂർത്തികളാണ്. ഇത് 3 മൂർത്തികൾ നമ്മൾ പറയുന്ന പോലെ വിചാരിച്ചുകൊള്ളുക. ഇത് 3ഉം കൂടെ ചേർന്നതാണ് നമ്മൾ. കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. നമ്മളോ ആത്മാവാണ്. ആത്മാവിനോ 3 അറകളുണ്ട്. ഈ 3 അറകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. കാരണ ശരീരം എന്താണ്? ഗാഠനിദ്രയിൽ ആത്മാവിനുണ്ടാകുന്ന മറയാണ്, ഇരുണ്ട മറയാണ്. അതാണ് കാരണ ശരീരം. സൂക്ഷ്മ ശരീരം ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, പഞ്ചപ്രാണന്, ബുദ്ധി, മനസ്സ്. ഇതോടെ ഈ 15 തത്വങ്ങളെ ചേർന്നപ്പോൾ സൂക്ഷ്മ ശരീരം. പിന്നെ സ്ഥൂല ശരീരം ഈ മാംസവും അസ്ഥിയും രക്തവും മജ്ജയും ഇതെല്ലാം കൂടെ ചേർന്നത് നമ്മുടെ സ്ഥൂല ശരീരം. ഇതാണ് നമ്മുടെ ഈ ശരീരശാസ്ത്രമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇനി എന്താണ് നമ്മുടെ മനസ്സ്? മനസ്സിനും ഉണ്ട് 2 തലങ്ങൾ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചുകൊള്ളുക. ഇതൊരു വലിയൊരു ശാസ്ത്രമാണ്. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ശാസ്ത്രമാണ്. എഴുതിയും പഠിച്ചും നമ്മുടെ ഒരു ജന്മം കഴിഞ്ഞു പോയ, അതാണ് ശ്രീനാരായണ ഗുരുവിനെ എല്ലാവരും പഠിച്ചു പഠിച്ചു എന്ന് അവകാശപ്പെടുകയാണ്. മൈക്ക് കൈ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക്, വേദി കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ വന്ന് നിന്നിട്ട് അരമണിക്കൂർ കൊണ്ട്, 10 മിനിറ്റ് കൊണ്ട്, 15 മിനിറ്റ്, 1 മണിക്കൂർ കൊണ്ടൊക്കെ ശ്രീനാരായണ ഗുരുവിനെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാരാണ് ഇന്ന് നമ്മുടെ ലോകത്തുള്ളത്.
അപ്പൊ യഥാർത്ഥത്തിൽ പഠനം ഒന്നും ആയിട്ടില്ല, പഠനം തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം അത് നമ്മൾ പഠിക്കുക. ഇപ്പൊ മനസ്സിന് രണ്ട് തലമുണ്ട്. ഒന്ന് സങ്കല്പ തലവും ഒന്ന് വാസനാതലവും. ഇതെല്ലാം നമ്മുടെ ഓരോ ഗുരുദേവന്റെ ഓരോ കൃതികളും പഠിച്ചു പോകുമ്പോൾ ഇതെല്ലാം അതിനകത്ത്, വേദാന്ത കൃതികൾ പഠിച്ചു പോകുമ്പോൾ അതിനകത്തെല്ലാം ഇത് പ്രതിപാദിക്കപ്പെടും. അപ്പൊ ഒന്ന് സങ്കല്പതലവും ഒന്ന് വാസനാതലവും. എന്താണ് വാസനാതലം? വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചന്ദനത്തിന്റെ ഗന്ധം, യഥാർത്ഥത്തിൽ നമ്മള് ചന്ദനത്തിന്റെ ഗന്ധം എവിടെ വരുന്നോ അത് നമുക്ക് അറിയാൻ പറ്റും. മുല്ലയുടെ ഗന്ധം നമുക്ക് അറിയാൻ പറ്റും. ഇത് എവിടെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്? ഈ നമ്മുടെ ഓർമ്മയിൽ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഇത് എവിടെയാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ചന്ദനത്തിന്റെ ഗന്ധത്തെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്മരണയിൽ സൂക്ഷിച്ചു വെച്ചെങ്കിൽ മാത്രമേ പിന്നീട് ഒരു ചന്ദനത്തിന്റെ ഗന്ധം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ അത് എവിടെയാണ് സൂക്ഷിച്ചത്? ഇതിന് കമ്പയർ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം? അത് നമ്മുടെ മനസ്സിന്റെ വാസനാതലം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അത് മനസ്സിന്റെ ഒരു അടിത്തട്ടില് ഇപ്രകാരം ഉണ്ടായിരിക്കുന്ന വസ്തുക്കളെ കുറിച്ചും പിന്നെ ഒക്കെ തന്നെ നമ്മള് അതിന്റെ പിന്നെ പ്രോഗ്രാം, അതിന്റെ മെമ്മറി ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിന്റെ വാസനാതലത്തില്. നമ്മുടെ നാളിത് വരെയുള്ള ജീവിതത്തിൽ നാം ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുടെ സ്മരണകൾ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോക്ക്, ഒരു പെട്ടിക്കകത്ത് വെച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്റ്റോറേജിൽ സൂക്ഷിച്ചിരിക്കുന്ന പൂർവികമായ ഈ സ്മരണയും ഇപ്പൊ പുതിയതായി വന്നിരിക്കുന്ന ഈ സ്മരണയും കൂടെ ചേർത്ത് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പറയും ഇത് മുല്ലയുടെ ഗന്ധമാണ്, ഇത് നമുക്ക് അല്ലെങ്കിൽ പിന്നെ ചന്ദനത്തിന്റെ ഗന്ധമാണ്. അത് നമ്മുടെ വാസനയാണ്, വാസനാതലമാണ്. അത് അജ്ഞാതമായി നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അത് നമുക്ക് എപ്പോഴുണരണമെന്ന് അതിന്റെ സാഹചര്യം ഒത്തു വരുമ്പോൾ അത് ഉണർന്നു വരികയും നമ്മൾ അതിനെ കോറിലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും, പരസ്പരം ബന്ധിക്കപ്പെടുകയും ചെയ്യും. അതിനെയാണ് വാസനാതലം എന്ന് പറയും. അതിന് നമുക്കൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൂടെ എഴുതാൻ പറ്റുമെങ്കിൽ പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ സഞ്ചയിച്ചവയും ഒളിഞ്ഞു കിടക്കുന്നവയുമായ രാഗദ്വേഷങ്ങളും പദാർത്ഥ അനുഭവങ്ങളുമാണ് വാസനാതലം. കഴിഞ്ഞ കാലങ്ങളിൽ സഞ്ചയിച്ചതായും ഒളിഞ്ഞു കിടക്കുന്നതുമായ രാഗദ്വേഷങ്ങളും പദാർത്ഥാനുഭവങ്ങളുമാണ് വാസനാതലം. അതാണ് വാസനാതലം. ഇനി സങ്കല്പതലങ്ങളുണ്ട്. വാസനാതലം അതാണെങ്കിൽ സങ്കല്പതലം മനസ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. മനസ്സ് വളരെ വളരെ പെട്ടെന്നാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് മനസ്സ് നമ്മുടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെയും ചിന്തയുടെയും ഒക്കെ തന്നെ അടിസ്ഥാന ചോദക ശക്തിയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ നിമിഷാർത്ഥം കൊണ്ട്, കമ്പ്യൂട്ടർ പോലും ഇത്രമാത്രം സ്പീഡി റെസ്പോൺസ് കിട്ടത്തില്ല. മനസ്സ് അത് നമ്മുടെ സങ്കല്പ തലമാണ്. അത് നമ്മള് ഒരു സന്ദേശവുമായി അല്ലെങ്കിൽ ഒരു സാഹചര്യവുമായി, ഒരു സന്ദർഭവുമായി, ഒരു വ്യക്തിയുമായി, ഒരു പ്രപഞ്ചാനുഭവവുമായി ബന്ധപ്പെടുമ്പോൾ, അത് വർത്തമാന കാലത്തിൽ അനുനിമിഷം ബന്ധപ്പെടുമ്പോൾ അതിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതായ മനസ്സിന്റെ ഒരു തലമാണ്, അതാണ് സങ്കല്പതലം. സങ്കല്പിച്ചുകൊണ്ട് അത് ഓരോ പ്രവർത്തനങ്ങളിലേക്കും പോവുകയാണ്. അത് പൂർവികമായ കാര്യകാരണ ബന്ധങ്ങളോടൊന്നും അതിന് ഒരു ബന്ധവുമില്ല. കാര്യകാരണങ്ങളോടൊന്നും ഒരു ബന്ധമില്ല. വളരെ പെട്ടെന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഓരോരോ കർമ്മങ്ങളിലേക്ക്, ഓരോ ചിന്തകളിലേക്ക്, ഓരോ പ്രതികരണങ്ങളിലേക്ക്, ഓരോ പ്രവൃത്തികളിലേക്ക് കടന്നു പോകുന്നതായ മനസ്സിന്റെ ഒരു തലമാണ് ഏത്? സങ്കല്പതലം. അപ്പൊ മനസ്സിനെ കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം. ഇവിടെ ഈ മനസ്സിന്റെ വാസനാതലത്തെയും സങ്കല്പതലത്തെയും നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ നിരോധിച്ചുകൊണ്ടാണ് ഒരു യോഗി, ഒരു താപസൻ, ഒരു സാധകൻ, ഒരു സിദ്ധൻ തന്റെ മാനസികമായ, തന്റെ വ്യക്തിത്വത്തിലുള്ള ഉണ്ടാകുന്ന പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. ഈ വാസനാതലത്തെയും മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യണമെന്ന്
ആത്മബോധ ശതകത്തിൽ പറയുമ്പോഴേ ഈ മനസ്സിന്റേതായ വാസനാതലത്തെയും സങ്കല്പതലത്തെയും നിരോധിച്ചുകൊണ്ട്, ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട്, ഇതിനെ അമർത്തിക്കൊണ്ട് എവിടേക്ക് പോകണം? ആ പരമമായ സത്യത്തിലേക്ക്, ഈശ്വരീയമായ അനുഭവത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സങ്കല്പതലത്തെയും വാസനാതലത്തെയും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രബുദ്ധിയാ പഠിക്കണം. അപ്പൊ ഇവിടെ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ആരും തപസ് ചെയ്യാൻ പോകണ്ട. പക്ഷെ ഒരു താപസന്റെ ജീവിതം നമ്മളായിരിക്കുന്ന ഒരു ഗൃഹസ്ഥന്റെ ജീവിതത്തിനൊരു മാതൃകയാണ്. ഒരു ഗൃഹസ്ഥന്റെ ജീവിതത്തെ എപ്പോഴും ശുദ്ധീകരിക്കുന്നതും വിമുക്തമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും ഈ ഗുരുക്കന്മാരുടെ ജീവിതചര്യയാണ്. നമ്മുടെ ജീവിതത്തെ ഉരച്ചു നോക്കാനുള്ള, അതിന്റെ മാറ്ററിയാനുള്ള ഉരകല്ലാണ് ഗുരുക്കന്മാരുടെ ജീവിതം, ഗുരുക്കന്മാരുടെ സാധന, അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. അപ്പം മനുഷ്യനെ ദേവന്മാരാക്കി പരിവർത്തനപ്പെടുത്തുന്നതിന് ഗുരുക്കന്മാർക്ക് പലതും ചെയ്തു തരാൻ പറ്റും. നമ്മളിലുള്ള മൃഗീയതയെ ഇല്ലാതെയാക്കിക്കൊണ്ട്, വാസനാതലത്തെയും സങ്കല്പതലത്തെയും നമ്മളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, നമ്മളിലെ ഈശ്വരീയ ശക്തിയെ ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടി ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ തന്ത്രങ്ങളും ഈ സത്യങ്ങളും മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ മനസ്സിന്റെ രണ്ട് തലങ്ങൾ, സങ്കല്പതലങ്ങളും വാസനാതലങ്ങളും. ഇനി നമുക്ക് പഠിച്ചിരിക്കേണ്ടത് എങ്ങനെയാണ് ഈ സങ്കല്പതലങ്ങളെയും വാസനാതലങ്ങളെയും, ഇതിപ്പോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ നമ്മൾ എന്തിനു പഠിക്കണം, നമ്മൾ എന്തിനു പഠിക്കണം എന്നൊരു ചോദ്യം ഓരോരുത്തരും വരും. എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് മറ്റ് അനവധി കാര്യങ്ങളുണ്ട്. ഞാൻ എന്തിനു ഇതൊക്കെ പഠിക്കണം? ഇതൊരു സന്യസിക്കാൻ പോകുന്ന ആൾ പഠിച്ചാൽ പോരെ? പോരാ. ഇത് നമ്മളാണ് പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് പരിവർത്തനം ഉണ്ടാകുക. നമ്മളിലെ വ്യക്തിത്വവും നമ്മളിലെ പിന്നെ ധാർമ്മിക ശക്തികളും നമ്മളിലെ ദൈവികതയും ഒക്കെ ഉണർന്നു വരണമെങ്കിൽ നമ്മൾ ഇത് പഠിക്കുക തന്നെ ചെയ്യണം. അപ്പോഴേ ഈ സങ്കല്പതലത്തെയും വാസനാതലത്തെയും നിരോധിക്കുന്നതിനുള്ള മാർഗമാണ് യോഗം. എന്താണ് യോഗം? നമ്മൾ മുമ്പേ പറഞ്ഞു, മനസ്സിന്റെ രണ്ട് തലങ്ങളാണ് വാസനാതലങ്ങളും സങ്കല്പതലവും. ഈ വാസനാതലത്തെയും സങ്കല്പതലത്തെയും നിരോധിക്കുന്നതിന് വേണ്ടിയാണ് യോഗം നമ്മൾ ആചരിക്കുന്നത്. രാജയോഗം എന്ന് പറയും. രാജയോഗവും ഭക്തിയോഗവും കർമ്മയോഗവും ഒക്കെ നമ്മൾ, ജ്ഞാനയോഗവും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മനസ്സിന്റെ വാസന സങ്കല്പ തലങ്ങളെ നിരോധിക്കുന്നതിന് വേണ്ടിയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് 4 മാർഗങ്ങളുണ്ട്, 4 യോഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. ഭക്തിയോഗം, കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഭക്തിയോഗം, കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, അങ്ങനെ 4 യോഗങ്ങളുണ്ട്. ഈ 4 യോഗങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഈ മനസ്സിനെ നിരോധിക്കുന്നതിന് വേണ്ടി. മനസ്സിനെ നിരോധിക്കുന്നതിന് വേണ്ടി 2 മാർഗം വീണ്ടും ഉണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിചാരമാർഗവുമുണ്ട്, യോഗമാർഗവുമുണ്ട്. നിങ്ങള് നമ്മുടെ ഇതിനകത്ത് ഒട്ടേറെ പേര് പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുന്നവരും പഠിക്കുന്നവരും ഉണ്ട്. തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള കാമ്പും കഴമ്പുമുള്ള മൂല്യമുള്ള ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കണം. അതിലൂടെയാണ് അവര് ഗുരുവിനെ മനസ്സിലാക്കേണ്ടത്. നാരായണ ഗുരു എങ്ങനെയാണ് കാവി ഉടുത്ത് നമ്മുടെ മുമ്പിൽ രണ്ട് തുണി മാത്രമേ ഉള്ളൂ ഗുരുവിന് സ്വന്തമായിട്ടുള്ളത്, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതയ്ക്കാനും. അത് മാത്രം സ്വന്തമായിരുന്ന ഒരു ഗുരുവാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചത്. മനുഷ്യന്റെ മനസ്സിന്റെ ചിന്തകളെയും ഈ സമൂഹത്തെയും ഒക്കെ മാറ്റിമറിച്ചത്. അത്രമാത്രം സ്വകാര്യ സമ്പത്ത് ഉണ്ടായിരുന്ന ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു. അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തന്റെ മനസ്സിനെയും സങ്കല്പതലങ്ങളെയും വാസനാതലങ്ങളെയും നിരോധിച്ചുകൊണ്ട് ആ ത്യാഗപൂർണമായിരിക്കുന്ന തപസ്സിന്റെ മാർഗത്തിലൂടെ കടന്നുപോയപ്പോൾ ആർജിച്ച വ്യക്തിവൈശിഷ്ട്യം ഒരു സമൂഹത്തെയും ഒരു ലോകത്തെയും മാറ്റിമറിക്കുന്നതിനുള്ള ഇച്ഛാശക്തിയായിട്ട് ഗുരുവിലേക്ക് പരിവർത്തനപ്പെട്ട് കിട്ടി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അപ്പൊ അതിന് നമുക്ക് എന്താണ് മാർഗം? വിചാരമാർഗവും ഉണ്ട്, യോഗമാർഗവുമുണ്ട്. വിചാരമാർഗവും യോഗമാർഗവും. എന്താണ് വിചാരമാർഗം? തത്വബോധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് വിചാരമാർഗം. നമ്മളിപ്പോ അതാണ് ചെയ്യുന്നത്. തത്വമാർഗത്തിന് തത്വപ്രബോധനമാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് തത്വം? നമ്മുടെ മനസ്സിന്റേതായിട്ടുള്ള ശമം, ദമം, ഉപരതി, തിതിക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന മതമാത്സര്യാദികളെ കാമമോഹ ലോഭമോ മതമാത്സര്യാദികളൊക്കെ എങ്ങനെ നമുക്ക് നിരോധിക്കാൻ പറ്റും? അത് മനസ്സിനെ നമുക്ക് നിരോധിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തെ പരിവർത്തനപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതിന് തത്വബോധനം ആവശ്യമുണ്ട്. അതിനാണ് വിചാരമാർഗം എന്ന് പറയുന്നത്. രണ്ടാമതാണ് യോഗമാർഗം. യോഗമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധന പ്രക്രിയയ്ക്ക് പ്രധാനം കൊടുക്കുന്നതാണ്. അതിനാണ് യോഗമാർഗങ്ങൾ, തപസ്സും ഒക്കെ. അപ്പൊ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക.